ഇന്നത്തെ റെസിപ്പി ഉരുളൻകിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു മുളക് കറിയാണ്. പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 പൊട്ടാറ്റോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് എത്ര ചെറുതാക്കി അരിയാൻ പറ്റും അത്രയും ചെറുതാക്കട്ടെ. ഞാൻ അത്യാവശ്യം ചെറുതാക്കിയിട്ട് തന്നെയാണ്, നല്ല ചെറുതുമല്ല, അത്യാവശ്യം നല്ല വലുതുമല്ലാത്ത രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. അതിലേക്ക് ഞാൻ 2 തക്കാളിയാണ്. തക്കാളി ഇതിലേക്ക് നല്ല ചേർത്തെടുക്കണം കേട്ടോ. അതേപോലെ 2 സവാള എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നല്ലോണം ചേർന്നിട്ട് അതിൽ നല്ലൊരു ഗ്രേവി പോലെ ആവണം. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഒരുപാട് എരിവ് വേണ്ട, നമുക്ക് കഴിക്കാനുള്ള ആവശ്യത്തിനുള്ള എരിവ് മതി. അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്കത് കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 3 വിസിൽ അടിക്കണ വരെ വെയിറ്റ് ചെയ്യാം. അതൊന്ന് മുങ്ങിക്കെടുക്കാനുള്ള വെള്ളം, ഒരുപാട് വെള്ളമല്ല, ഒരു അത്യാവശ്യം അത് മുങ്ങിക്കെടുക്കുന്ന ഒരു വെള്ളത്തിന്, ആ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഞാൻ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആദ്യം യോജിപ്പിക്കട്ടെ. എന്നിട്ട് നമുക്കത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്കറിൽ 3 വിസിൽ, 3-4 വിസിൽ നമുക്കത് വരെ വേവിച്ചെടുക്കാം. എത്ര വെന്ത് കിട്ടണം അത്രയും നല്ലതാണ്. അപ്പോൾ ഞാനതൊന്ന് കുക്കറിൽ അടുപ്പിൽ വെച്ചെടുത്തിട്ടുണ്ട്. ഞാനൊന്ന് 3 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് കുക്കർ തുറന്ന് നോക്കി 3 വിസിൽ കഴിഞ്ഞ് ആവിയൊക്കെ പോയതിന് ശേഷം ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചീനച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചെടുത്തിട്ട് അതിലേക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒക്കെ അത്യാവശ്യം ഒഴിച്ചെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു കുത്തലൊക്കെ പോകാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് കടുക് ഇട്ടെടുത്തിട്ട് പിന്നെ നല്ല കറിവേപ്പില അത്യാവശ്യം ഇട്ട് കൊടുക്കണം. അത് ഇട്ടെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച കറി ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു പൊട്ടാറ്റോ മുളക് കറിയാണ്. ഇതുവരെ ഇതുപോലെ പുട്ടിന് കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. നല്ല ടേസ്റ്റാണ് ഇത്. ആദ്യമൊക്കെ കേൾക്കുന്നവർക്ക് ആദ്യം ഒരു ഇതുണ്ടാവും, ഇത് എങ്ങനെ കഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവുമോ പുട്ടിനെന്നൊക്കെ ഉള്ളത്. ഒരു പേടിയും പേടിക്കണ്ട, നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. എൻ്റെ ഉമ്മാരൊക്കെ സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.